നമസ്കാരം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് ഒന്ന് മാറണം, എന്റെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അവർ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, അവരുടെ ആ നല്ല സ്വഭാവം കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ? ഇവരുടെ നല്ല ജീവിത ശൈലികള്, നല്ല സംസാരങ്ങള്, നല്ല പെരുമാറ്റം, ഇവയൊക്കെ കാണുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആകണമെന്ന് ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് എനിക്ക് യാതൊരു മാറ്റവും വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇതിൽ പ്രധാനമായി 14 നിയമങ്ങളാണ് പറയുന്നത്. ഈ 14 നിയമങ്ങളും നിങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചാൽ നിങ്ങളും വിജയിക്കും. നിങ്ങളുടെ സ്വഭാവം കണ്ട് അത് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. ഇതില് ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിയമം, പൊതുസമൂഹത്തില് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? നമ്മളറിയെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പബ്ലിക് വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി ഉച്ചത്തില് ഫോണിൽ സംസാരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഉച്ചത്തിൽ മൊബൈൽ ഫോണിൽ മറ്റ് റീൽസുകൾ കാണുക, പാട്ട് കേൾക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുണ്ട്, പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും നമ്മൾ ഒരുപക്ഷെ പ്രതികരിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും മനസ്സിൽ നമുക്കൊരു ബുദ്ധിമുട്ട് അവിടെ വരുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്തിയ വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ വരും? അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന വ്യക്തി ഉറക്കെ മൊബൈൽ ഫോണിൽ പാട്ടുകൾ കേട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ട്. അവിടെയും നമ്മളൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം നമുക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ട് വരാതിരുന്നിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ്. എങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീരസം അവിടെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുത്തിയ വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ വാഹനമായിട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വാഹനമായിട്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങുന്ന ആളുകളാണ്. നമ്മൾ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാനാണെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വാഹനമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ വാഹനം പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയാൽ അതിന്റെ 4 സൈഡിൽ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ കാരണം ആർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വാഹനം പാർക്ക് ചെയ്താൽ ഒരു വ്യക്തിക്ക് അയാളുടെ വീട്ടിലേക്ക് കയറാൻ തടസ്സമാകുമോ? അതല്ലെങ്കിൽ മറ്റൊരു വാഹനം ഞാൻ പാർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് അവിടെ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പാർക്ക് ചെയ്യാറുള്ളത്. നിങ്ങളിലും പല ആളുകളും അങ്ങനെയായിരിക്കും. എന്നാൽ ചില ബിരുദന്മാരുണ്ട്, അങ്ങനെയല്ല. നമ്മൾ എവിടെയെങ്കിലും വാഹനം കൊണ്ടിട്ടാൽ ഇടവും വലവും നോക്കാതെ ആ വാഹനത്തിന്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ ബാക്കിലും ഒക്കെ ആയിട്ട് വാഹനം വിലങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് വാഹനം എടുക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. ചില ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ബിരുദന്മാരാണ് എന്ത് ചെയ്യും, ഹാൻഡിലും കൂടി ലോക്ക് ചെയ്യും. പിന്നെ ഇവര് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വാഹനം അവിടുന്ന് എടുക്കാൻ. ഒരിക്കലും ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായോ അതേ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ന് ചിന്തിക്കുക. നിങ്ങൾ കാരണം പബ്ലിക്കിന് എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തില് ഒരു മര്യാദയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പയ്യെ നിങ്ങളുടെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി ആയിക്കോട്ടെ, പരിചയമില്ലാത്ത ആളുകളായിക്കോട്ടെ, പലപ്പോഴും ചില ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി അവിടെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ പല ആളുകൾക്കും അത് തോന്നിയിട്ടുണ്ടാവും. ഇത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ എനർജി ബോഡി, അതായത് നിങ്ങളുടെ ശരീരത്തിലെ എനർജി ബോഡി
നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തിയുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ ഡിറ്റക്ട് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് സൂചന തരികയാണ് ഈ വ്യക്തി ടോട്ടലി ഒരു നെഗറ്റീവാണ്. കാരണം ഇയാളുമായിട്ടുള്ള തുടർ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഇമോഷണലി ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്കും നെഗറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബോഡി, അതായത് എനർജി ബോഡി ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരം ആളുകളുമായിട്ട് നിങ്ങൾ വീണ്ടും മിങ്കിൾ ചെയ്യുവാണെങ്കിൽ ഇത് ഇമോഷണലി നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്തരം ആളുകളുമായിട്ട് ഒരു ബന്ധം വേണ്ട എന്നല്ല, അവരെ കാണുമ്പോൾ വർത്താനം പറയണ്ട എന്നല്ല, ചിരിക്കണ്ട എന്നല്ല, മറിച്ച് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. ഈ ഒരു കാര്യം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ശ്രദ്ധിക്കണം. അടുത്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിയുടെയും സ്വകാര്യതയിൽ നിങ്ങൾ കയറാൻ പാടില്ല. ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അവരെ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ കാണുമ്പോൾ അവരോട് കുത്തി കുത്തി ചോദിക്കുക. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഇത് പബ്ലിക് അറിയാൻ ആഗ്രഹമില്ലാത്ത ആളായിരിക്കും. നിങ്ങൾക്ക് എവിടുന്നോ ഈ ന്യൂസ് കിട്ടി, നിങ്ങൾ ഈ വ്യക്തിയെ കാണുമ്പോൾ ഇത് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റുക, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യമാണ്, ഒരു വ്യക്തിയുടെയും രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കുക എന്നുള്ളത്. ചില ആളുകൾ വളരെ രഹസ്യമായിട്ട് നമ്മളോട് അവർ ചില കാര്യങ്ങൾ പറയാം. അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ സമയം മുതൽ നിങ്ങൾ നാട്ടിൽ മുഴുവൻ പാട്ടാക്കുന്ന പ്രവണതയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഇത് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ നന്മ വരില്ല. മറിച്ച് നിങ്ങൾക്ക് അതൊക്കെ നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇത്തരം സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റിയെടുക്കാൻ തീരുമാനിക്കുക. സ്വയം നിങ്ങൾ ഈ വീഡിയോസ് കേൾക്കുമ്പോൾ, ഇതിലെ നിയമങ്ങൾ കേൾക്കുമ്പോൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പരിശോധിച്ചിട്ട് നിങ്ങളിത് മാറ്റാൻ തയ്യാറാവും. അതുപോലെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാളുടെയും സാമ്പത്തികമായ കാര്യങ്ങൾ തിരക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സാലറി എത്രയാണ്, നിങ്ങൾക്ക് എത്ര കിട്ടും, നിങ്ങൾക്ക് എത്ര കടമുണ്ട്, ഇതൊക്കെ എങ്ങനെ അടഞ്ഞു പോകുന്നു. ഇതൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്വഭാവ വൈകല്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തണം. ഒരു വ്യക്തിയുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്കറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം തിരയുക, അറിയുക, അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതല്ലാതെ അത് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. അതുപോലെ ആറാമത്തെ പ്രധാനപ്പെട്ട നിയമം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞു നടക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് തിരുത്തല് വളരെ അനിവാര്യമാണ്. നല്ലൊരു ജീവിതം, നല്ലൊരു ക്യാരക്ടർ നിങ്ങൾക്ക് പണിതെടുക്കാൻ ഈ നിയമം കർശനമായിട്ട് ജീവിതത്തിൽ പാലിക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആളുകളും ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവൾ ഇങ്ങനെയാണ്, അവൾ അങ്ങനെയാണ് എന്ന് പബ്ലിക്കിൽ വന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ ചില സ്ത്രീകളുണ്ട്, എൻ്റെ ഭർത്താവിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പബ്ലിക്കിൽ മറ്റു സ്ത്രീകളോട് പറയുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടേ വരുള്ളൂ. ഒരിക്കലും ഇതൊന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഏഴാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് നിങ്ങൾ ഒരു സൂചന ആർക്കും കൊടുക്കരുത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും,
പല ആളുകളും എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. അത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണമല്ല, മറിച്ച് ദോഷമായിരിക്കും. നിങ്ങളുടെ ഒരു പദ്ധതികളും നിങ്ങളത് പബ്ലിക്കിനുള്ളിൽ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട, അത്രയും വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് മാത്രം അത് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് 8ാമത്തെ നിയമമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിൽ പല ആളുകൾക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. രണ്ട് ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മൂന്നാമതായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഈ വ്യക്തികൾ തമ്മിൽ പറഞ്ഞ കാര്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്ക് കയറി പറഞ്ഞ് ഇവരുടെ സംസാരത്തെ ഒന്നുമില്ലാതാക്കി കളയുന്ന സ്വഭാവമുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇയാള് രണ്ട് ആളുകൾ തമ്മിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ ചുണ്ട് അനങ്ങുന്നത് കണ്ടാൽ മതി, ഇയാൾ അവിടെ വരും. എന്നിട്ട് ഇവര് തമ്മിൽ സംസാരിച്ച കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ ഇയാൾ വന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുക. ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്വഭാവ വൈകല്യമാണ്. ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക്. ഇത് തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ 9ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവോ മാത്രം പറയുക. ഒരു പോസിറ്റീവും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളെ എപ്പോ കണ്ടാലും നിങ്ങളുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. 10ാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടണമെങ്കിൽ, ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അവരിൽ നിന്ന് ഒരു നന്മ ആഗ്രഹിച്ചിട്ടില്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം കിട്ടണമെന്ന ആഗ്രഹത്തോട് മാത്രം മറ്റുള്ളവരെ സഹായിക്കുക. അടുത്ത പ്രധാനപ്പെട്ട 11ാമത്തെ നിയമം, ഒരിക്കലും നിങ്ങളുടെ ബന്ധുക്കാരുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിൽ നിരന്തരം ചെല്ലാൻ പാടില്ല. ചില ആളുകളുണ്ട് എല്ലാ ദിവസവും ബന്ധുക്കാരുടെയും കൂട്ടുകാരുടെയും വീട്ടിൽ ചെല്ലാറുണ്ട്. ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റിയെടുക്കണം. പോകണ്ട എന്നല്ല, വല്ലപ്പോഴും ഒന്ന് പോകാം, സന്ദർശിക്കാം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ നിരന്തരം ഒരാളുടെ വീട്ടിൽ ചെല്ലുക എന്നുള്ളത് പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത് 12ാമത്തെ നിയമം, നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരിചയമുള്ള വീടായിക്കോട്ടെ പരിചയമില്ലാത്ത വീടായിക്കോട്ടെ, നിങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിക്കല് നല്ലതല്ല. മറിച്ച് നിങ്ങൾ ചെല്ലുമ്പോഴേ ആ വീടിന്റെ സിറ്റ് ഔട്ടില് ഇരിക്കലാണ് അഭികാമ്യം. പലപ്പോഴും ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവര് ചോദ്യമില്ല പറച്ചിലുമില്ല, നേരെ വീടിന്റെ അകത്തോടെ കയറി വന്ന് അടുക്കളയിലെത്തും, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി നോക്കും, ബെഡ്റൂമിൽ പോയി നോക്കും. ഇങ്ങനെ സ്വഭാവമുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്രമാത്രം ഇത് ബുദ്ധിമുട്ടായിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇതേ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ചെല്ലുമ്പോഴേ ഒരു വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് നല്ലതല്ല. മറിച്ച് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിൽ കയറലാണ് ഏറ്റവും നല്ലത്. 13ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തില് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പാളിച്ചകൾ വന്നിട്ടുണ്ട്, എവിടെയൊക്കെയാണ് എനിക്ക് പരാജയം സംഭവിച്ചത് എന്നൊരു വിലയിരുത്തൽ വളരെ ഗുണകരമാണ്. നമ്മുടെ 14ാമത്തെ പ്രധാനപ്പെട്ട നിയമം, നമ്മൾ പരമാവധി ആളുകളിൽ നിന്ന് കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു ബാധ്യതയാണ്, ഇതൊരു അടിമപ്പെടലാണ് എന്നോർത്തുകൊണ്ട് ആവശ്യ സമയത്തല്ല, അത്യാവശ്യ സമയത്ത് കടം വാങ്ങണ്ട എന്നല്ല ഞാനിവിടെ പറഞ്ഞത്. മറിച്ച് കടം വാങ്ങല് ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിൽ
കടം വാങ്ങിക്കുക, പറഞ്ഞ സമയത്ത് അത് കൃത്യമായിട്ട് മടക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ 14 നിയമങ്ങൾ നിങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചാൽ നിങ്ങൾക്കും വിജയമുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.